നമസ്കാരം, എൻ്റെ പേര് ജോസ് വർഗീസ്. ഞാൻ ജോയിൻ്റ് ഡയറക്ടർ അഗ്രികൾച്ചർ റിട്ടയർ ചെയ്ത ആളാണ്. തെങ്ങിൻ്റെ 2-3 വീഡിയോകൾ പ്രേക്ഷകർ നല്ല രീതിയിൽ നല്ല പ്രതികരണവും അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളും മറ്റുള്ള കമൻറ്റുകളൊക്കെ കിട്ടി. വളരെ സന്തോഷം. കുറച്ചൊന്ന് വിട്ടിട്ട് നമുക്ക് മാവിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മാവിനങ്ങളെക്കുറിച്ച് 2 മാവിനങ്ങളുടെ പ്രത്യേകതകൾ പ്രേക്ഷകർക്കായിട്ട്, കർഷകർക്കായിട്ട് നൽകണം. അതിൻ്റെ വിശദ വിവരങ്ങൾ ഏതായാലും ഇപ്പം നടുന്ന കാലഘട്ടമാണ്. അപ്പോൾ 2 മാവിനങ്ങൾ, ഈ മാവിനങ്ങൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കായുണ്ടാവും, എല്ലാ വർഷവും മാങ്ങയുണ്ടാവും. ഏകദേശം 1000-ലധികം മാവിനങ്ങളുണ്ട്. പക്ഷെ പല നല്ല ഹൈബ്രിഡ്, നല്ല ഹൈൽഡിങ് മാവിനങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഒരു വർഷം കായ്ക്കും, പിന്നെ കായ്ക്കില്ല, പിന്നെ അടുത്ത വർഷം അതായത് ഇറഗുലർ ബെയറർ എന്ന് പറയും. കൃത്യമായിട്ട് കായ്ക്കാത്ത മാവിനങ്ങളുണ്ട്. അപ്പം നമുക്ക് മൂവാണ്ടം പോലെയുള്ളതാണെങ്കിൽ എല്ലാ വർഷവും കായ്ക്കും, നാടൻ മാവിനങ്ങളാണ്. മൂവാണ്ടം, ചന്ദ്രകാരൻ, അങ്ങനെയുള്ള നാടൻ മാവിനങ്ങളുണ്ട്. പക്ഷെ നല്ല അത്യുൽപാദന ശേഷിയുള്ള പല മാവിനങ്ങളിലും സ്ഥിരമായിട്ട് എല്ലാ വർഷവും കായ്ക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള 2 ഹൈബ്രിഡ് മാവിനങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത്. ഞാനിന്ന് പ്രേക്ഷകരായിട്ട് ഞാൻ നിൽക്കുന്നത് കാവുങ്ങൽ അഗ്രോടെക്കിൻ്റെ നഴ്സറിയിലാണ്. അപ്പോൾ ഈ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള 2 വെറൈറ്റി മാവിനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് മറ്റേ പൂസ മല്ലിക അല്ലെങ്കിൽ മല്ലിക എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പൂസ മല്ലിക, ഇതിൻ്റെ തൈകളാണ് ഈ നിൽക്കുന്നത്. മല്ലികയ്ക്ക് ഒരു 2 ഹൈ ഈൽഡിങ് മാവുകളുടെ സങ്കരത്തിൽ കൂടെ കിട്ടിയിട്ടുള്ള മാവിനാണ് പൂസ മല്ലിക. 1972-ലാണ് ഇത് ഉരുത്തിരിയുന്നത്. 2 മാവിനങ്ങളാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ. ഒന്ന് നീലം മാങ്ങ, 2 ദശഹരി എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാകുന്നത് യു-പിയിലാണ്. യു-പിയിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ദശഹരി മാങ്ങയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നീളത്തിലുള്ള മാങ്ങയാണ്. അതുപോലെ തന്നെ സുഗന്ധിയാണ്. അതുപോലെ തന്നെ നല്ല പൾപ്പാണ്. ഭയങ്കര ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള മാങ്ങയാണ് ദശഹരി. യു-പിയിലൊക്കെ ഏറ്റവും മാവിൻ്റെ രാജാവ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ദശഹരി. നീലം നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് കാണുന്ന നീലം വെറൈറ്റി. നീലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളുടെ ശല്യം വളരെ കുറവുള്ള മാങ്ങയാണ്. കമ്പാരിറ്റീവ്ലി കീടങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ ഇതിനെ കുത്താനൊന്നും പറ്റില്ല. വളരെ ഹാർഡായിട്ടുള്ള ഒരു സീഡ് കോട്ടാണ്. ഇതിൻ്റെ 2ൻ്റെയും കൂടി ഒരു മിശ്രിതമാണ് മല്ലിക എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇതിൻ്റെ 300 തൊട്ട് 500 ഗ്രാം വെയിറ്റ് ഇതിന് ഒരു മാങ്ങയ്ക്ക് വരുന്നുണ്ട്. 300 തൊട്ടിട്ട് 500 അല്ല, 600 ഗ്രാം വരെ വെയിറ്റ് വരുന്നത്. സ്ലെൻഡറായിട്ടുള്ള മാങ്ങയാണ്. 10-12 സെൻറ്റിമീറ്റർ വ്യാസവും 16-18 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള മാങ്ങയാണ് കിട്ടുന്നത്. ഇന്ന് മാർക്കറ്റിൽ വലിയ പേര് കേട്ട മാങ്ങയാണ് ഈ മല്ലിക. ഡോക്ടർ രാംദാസ് സിംഗ് ആണ് ഇതിനെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് പുതിയൊരു ഹൈബ്രിഡ് വെറൈറ്റി ഇറക്കിയിട്ടുള്ളത്. 1972-73 കാലഘട്ടത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അന്നൊന്നും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കടൽ കടന്ന് ഫ്ലോറിഡ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞു ഈ മാവിന്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ തിക്ക് പൾപ്പാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പിന് തിക്കാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല മധുരമാണ്. വെയിറ്റും നല്ല വെയിറ്റ് കിട്ടുന്നുണ്ട്. കീടങ്ങളുടെയും ശല്യം വളരെ കുറവുള്ള മാവാണ്. അപ്പോൾ ഇതാണ് ഒരു ഇനം. വളരെ കമേഴ്സ്യലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാം, എല്ലാ വർഷവും കായ്ക്കും. ഇതാണ് അതിൻ്റെ കമേഴ്സ്യൽ കൾട്ടിവേഷന് ഉപയോഗിക്കുന്ന ഒരു ഇനമാണ്. അപ്പം ഈ തൈകളിപ്പോൾ കാവുങ്ങൽ അഗ്രോടെക്കിൻ്റെ നഴ്സറിയിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് അത് വിളിക്കാം. ഇനി 2ാമത്തെ മാവിനാണ് ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്ന രത്ന എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് വളരെ വിഗറസായിട്ട് നല്ല ഗ്രോത്ത് വരുന്ന ഒരു ചെടിയാണ് രത്ന.
രത്നമാമ്പഴം ഹൈലി ടേസ്റ്റ്ഫുള്ളാണ്. അതിൻ്റെ 2 ഇനങ്ങളാണ്. അതിലും സങ്കര ഇനമാണ്. 2 ഇനങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അതിന് വന്നിട്ടുള്ള. ഒന്ന് നീലം തന്നെയാണ് അതിൻ്റെ പാരൻ്റൽ, അതായത് അതിൻ്റെ മെയിൽ പാർട്ട് നീലനും, രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രത്നഗിരി മറ്റേ അൽഫോൻസോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി, രത്നഗിരി അൽഫോൻസോ. ഹൈലി ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് രത്നഗിരി അൽഫോൻസോ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഹൈബ്രിഡ് ഇനാണ് രത്ന. ഭയങ്കര സൂപ്പർ മാങ്ങയാണ്, നല്ല വെയിറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും കായ്ക്കുന്നതാണ്. 300 തൊട്ട് 600 ഗ്രാം വരെ വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മധുരമുള്ള വെറൈറ്റിയാണ്. കീടങ്ങളുടെ ശല്യം വളരെ കുറവാണ്. അതാണ് നീലൻ എപ്പോഴും അതിലൊരു പാരൻ്റായിട്ട് എടുക്കുന്നത്. ഒരു മെയിൽ പാർട്ട് നീലിനും ഫീമെയിൽ പാർട്ട് രത്നഗിരി അൽഫോൻസയും കൂടി ചേർന്നിട്ടാണ് ഈ വെറൈറ്റി ഉണ്ടാക്കുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇപ്പം ഒരു ഓർച്ചാർഡൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഈ മാവ് നിർബന്ധമായിട്ട് നടുകയാണ് നല്ലത്. നല്ലൊരു റിസൾട്ട് കിട്ടും. കർഷകർക്ക് നല്ലൊരു ഈൽഡ് എല്ലാ വർഷവും കിട്ടുന്നതിന് എല്ലാ ഇതുമുണ്ട്. അപ്പം ഈ 2 മാവിനങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കാവുങ്കൽ അഗ്രോടെക്കിൻ്റെ യൂട്യൂബിൽ നിന്ന് എൻ്റെ അഡ്രസ്സ്, എൻ്റെ ഫോൺ നമ്പർ ലഭ്യമാണ്. നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റിൽ കൂടെ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.